നമസ്കാരം. നമ്മുടെ GCDയുടെ പുതിയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് നമ്മൾ പോവുകയാണ്. നമ്മുടെ ആദ്യത്തെ പദ്ധതി തന്നെ GCD മാർട്ട് ഓൺലൈനാണ്. ഏകദേശം 125 കമ്പനികളുടെ പ്രൊഡക്റ്റ് നമ്മൾ കയറി കഴിഞ്ഞു. അതുപോലെ തന്നെ GCD ന്യൂസ് ചാനൽ അത് റണ്ണിങ്ങിലാണ്. അതുപോലെ തന്നെ GCD ഇൻഫ്രാസ്ട്രക്ചർ അതിൻ്റെ ലൈസൻസും എടുത്തു കഴിഞ്ഞു. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റിന്റെ ഒരു ശൃംഖല, അതായത് കേരളത്തിലെ എല്ലാ ജില്ലയിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ GCD സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജില്ലയെ പ്രസ്ഥാനമായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇതിനകത്ത് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ പല രീതിയിലും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണതിന്റെ ഒരു ലാഭം ഇത് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ എന്നാൽ ഈ GCD സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഇതേപോലുള്ള GCDയുടെ പല പദ്ധതികളും നമ്മൾ അവർ ഇൻവെസ്റ്റ് ചെയ്യണതിന് തത്തുല്യമായിട്ടുള്ള GCD ടോക്കൺ കൊടുക്കുന്ന വഴി ആ ഇൻവെസ്റ്റേഴ്സിന് പല രീതിയിലുള്ള ഗുണങ്ങളാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഒന്ന്, ഇപ്പൊ $1 മൂല്യമുള്ള ഒരു ടോക്കൺ, അത് എത്രയാണോ അവർ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യണത് അതിന് തത്തുല്യമായിട്ടുള്ള ടോക്കൺ നമ്മൾ കൊടുക്കുകയും ആ ടോക്കൺ അതിന്റെ മൂല്യം കൂടുന്നതനുസരിച്ചിട്ട് ഓരോ ഇൻവെസ്റ്റേഴ്സിനും അതിന് വളരെയധികം സാമ്പത്തിക നേട്ടമുണ്ടാകും. അതായത് $1 നിക്ഷേപിച്ച് അവസാനം ആ ഒരു ടോക്കണിന്റെ മൂല്യം 10,000, 100,000, 1000 ഒക്കെ തന്നെ ആ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഒരു വശത്ത് അതിന്റെ ലാഭം കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സൂപ്പർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന GCD മെമ്പേഴ്സിന് 40% ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നും കിട്ടുന്നതിന്റെ 40% ലാഭവിഹിതം അവർക്ക് കൊടുക്കുന്നു. അത് കൂടാണ്ട് GCD മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം തന്നെ എല്ലാവർക്കും കൂടിയിട്ട് 30% നമ്മൾ ലാഭവിഹിതം മാറ്റിവെക്കുന്നു. അപ്പോൾ ഒരു GCD മെമ്പേഴ്സിന് ചുരുക്കം പറഞ്ഞാൽ 40, 30, 70% ലാഭത്തിന് അർഹമാകും. അത് കൂടാതെ ഈ നമ്മുടെ GCD മാർട്ടിന്റെ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിന്റെ ആ ഒരു പ്രവർത്തനം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനും പുതിയ പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് 20% നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുതിയ പുതിയ സൂപ്പർ മാർക്കറ്റുകൾ വരുന്തോറും അതിന്റെ ലാഭം കൂടി നമ്മുടെ മെമ്പേഴ്സിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ ഒന്നിനകത്തും ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് കൂടി ഇതിനകത്ത് പ്രയോജനം ചെയ്യും. കാരണം അവർക്ക് വളരെയധികം വില കുറച്ച് സാധനം കിട്ടും. ഇപ്പൊ നമ്മള് ഇതിന്റെ കമ്പനികൾ ഉത്പാദിപ്പിക്കുന്ന കമ്പനികളിൽ നിന്ന് നേരിട്ടാണ് ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്നത്. മായം ചേർക്കാത്ത ഉൽപ്പന്നങ്ങൾ മാത്രമായിരിക്കും നമ്മൾ വിൽക്കുന്നത്. ഒരു കാരണവശാലും മായം ചേർത്ത ഉൽപ്പന്നങ്ങൾ നമ്മുടെ GCD മാർക്കറ്റിൽ കിട്ടത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടിയാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സ്ഥിര വരുമാനം കിട്ടുന്ന ഉദ്ദേശവും അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇത്തരത്തിൽ ഓരോ കാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പദ്ധതിയിൽ പങ്കാളിത്തം സ്വീകരിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയാം. നമുക്ക് ഇതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾക്ക് പറയാനുള്ള രീതിയിൽ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റ് ആയാലും ഹൈപ്പർ മാർക്കറ്റ് ആയാലും GCDയുടെ കീഴിൽ വരുന്ന എല്ലാ പ്രൊജക്റ്റിലും അവർക്ക് അതിന്റെ വരുമാനം കിട്ടി അവരുടെ സാമ്പത്തിക നില ഉയർത്തിക്കൊണ്ടുവരിക. അതിന് ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് പോലും ഇത് ഈ പദ്ധതിയിൽ പങ്കാളിത്തം സ്വീകരിക്കാൻ പറ്റും. ഇപ്പൊ 20 ടോക്കൺ എന്ന് പറയുന്നത് ഇന്ന് നിലവിലൊന്നുമല്ല. പക്ഷെ ആ 20 ടോക്കൺ എങ്കിലും എടുത്തുകൊണ്ട് നമ്മുടെ ഈ 10ഓളം പ്രൊജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. അത് കളയരുത്. അതായത് 20 ടോക്കൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1,250 രൂപ. ഈ 1,250 രൂപയ്ക്ക് നമുക്ക് ചിലപ്പോൾ ഒരു ഷർട്ടോ ഒരു ചുരിദാറൊക്കെ മേടിക്കാനുള്ള പൈസയുള്ളൂ. പക്ഷെ 10ഓളം പ്രൊജക്റ്റിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാനും 10ഓളം പ്രൊജക്റ്റിന്റെ ലാഭവിധം കിട്ടാനും ആ കിട്ടുന്ന അവസരം നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ അവസരം നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സമ്പാദ്യമായിട്ട് മാറുകയും ചെയ്യും. ഇത് നമുക്കറിയാം, ബിറ്റ്കോയിൻ, ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് 2008 24 പൈസയും 30 പൈസയൊക്കെ സ്റ്റാർട്ട് ചെയ്ത ബിറ്റ്കോയിൻ ഇന്ന് 2025 ഈ സമയം വരുമ്പോൾ ഏകദേശം 1 കോടി രൂപ മൂല്യമായി. 2100 മില്യൺ, അതായത് 2100 കോടിയാണ് ബിറ്റ്കോയിൻ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏകദേശം 18 മില്യണത്തോളം അത് വിറ്റഴിഞ്ഞു. അപ്പൊ അത്രയും ആൾക്കാർ ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ സാമ്പത്തികപരമായിട്ട് നേട്ടം കൈവരിച്ച വ്യക്തികളാണ്. ഇന്ന് ലോകത്ത് തന്നെ ഏകദേശം 15,000, 16,000 മുതൽ 20,000-ഓളം ടോക്കൺസും കോയിൻസും ലോകത്തുണ്ട് ക്രിപ്റ്റോ കറൻസിയിൽ. അതെല്ലാം തന്നെ ട്രേഡിംഗ് സ്വഭാവം. എന്താണ് ട്രേഡിംഗ്? ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ടോക്കൺ വാങ്ങിച്ചു വെക്കുക, അല്ലെ കോയിൻ വാങ്ങിച്ചു വെക്കുക, വില കൂടുമ്പോൾ വിൽക്കുക. ഇതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്.
മറ്റ് ചില കമ്പനിക്കാര് NFT, നോൺ ഫംഗബിൾ ടോക്കൺ, അതല്ലെങ്കിൽ ഗെയിംസ്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായി. എന്നാൽ GCD എന്ന് പറഞ്ഞ കൺസെപ്റ്റില് നമ്മൾ വിഭാവനം ചെയ്യുന്നത് ലോകത്ത് ഇത്രയും കോയിൻസും ടോക്കൺസും ഉള്ള ലോകത്ത് ആദ്യമായിട്ടാണ് 10 ഫിസിക്കൽ പ്രൊജക്റ്റുമായിട്ട് വരുന്ന കമ്പനിയാണ് GCD, ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. അപ്പൊ ഈ പ്രസ്ഥാനം ലക്ഷ്യം വെക്കുന്നത് നമ്മളുടെ ഇടയിൽ ഇന്ത്യയിൽ മാത്രമല്ല, മറ്റു ലോകത്തിന്റെ ഏത് ഭാഗത്തിരിക്കുന്ന സാമ്പത്തിക നില ഭദ്രമാക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അവർക്ക് ഇത് കോയിൻ വാങ്ങിക്കാൻ പറ്റും. ആ കോയിൻ വെച്ച് അവർക്ക് അതിന്റെ മൂല്യം കൂടുന്നതനുസരിച്ചിട്ട് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അത് കൂടാണ്ട് അവർക്ക് മറ്റു രീതിയിലുള്ള ലാഭവിധം കിട്ടും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ വള്ളംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത്തരത്തില് ഒരു പ്രസ്ഥാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിന്റെ പല ജില്ലകളിലേക്കും ഈ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് അതുപോലുള്ള സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ ഹൈപ്പർ മാർക്കറ്റ് വരുന്നതോടെ തന്നെ ഒരു കച്ചവടക്കാർക്കും ഒരു കാരണവശാലും അവരുടെ ബിസിനസ്സിനെ ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത തീരുമാനമാണ് ആ കടക്കാരും കൂടി ഈ നമ്മുടെ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട്, അങ്ങനെ മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് അവരെയും കൂടി നമ്മുടെ അതിന്റെ പാർട്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും നമ്മുടെ ബിസിനസിന്റെ ഒരു ലാഭവിധം ആ കടക്കാർക്ക് കിട്ടും. അപ്പൊ നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റ് കൊണ്ടുവന്നു എന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ ഒരു കടക്കാരനും ഒരു നഷ്ടം ഉണ്ടാകാൻ പോകില്ല. നേരെ മറിച്ച് ഇവിടെ വലിയ വലിയ മാളുകൾ വരുമ്പോൾ സംഭവിക്കണം എന്താണ്, ഇവിടെ 100 കണക്കിന് ഷോപ്പുകൾ, ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ അടക്കേണ്ട അവസ്ഥ വരും. അപ്പൊ നമ്മൾ അവരെയും കൂടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഓരോ പിൻകോഡ് അടിസ്ഥാനത്തിൽ ഓരോ സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, ഗ്രോസറിയോ അല്ല അതുപോലുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ ടൈപ്പ് ആയിക്കൊണ്ട് ഒരു പിൻകോഡിൽ ഒരു കടക്കാരനെ നമ്മൾ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യും. അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ GCDയുടെ ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ആ കടയിൽ നിന്ന് പോയി സാധനം വാങ്ങിച്ചാൽ നമ്മൾ വിൽക്കുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന അതേ വിലയ്ക്ക് തന്നെ ആ ഷോപ്പിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ GCD മെമ്പേഴ്സിന് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഒന്ന്, അവർക്ക് റോയൽറ്റി ഉണ്ടാവും, അതായത് പോയിന്റ് അവർക്ക് പ്രൈസ് വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ അവർക്ക് ഇതിന്റെ ലാഭവിധം കിട്ടും. അതുകൂടാണ്ട് മറ്റു രീതിയിലുള്ള ടോക്കന്റെ മൂല്യം വർദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിലവിൽ ഒരു ടോക്കൺ $1 വിലയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഒരു 100 ടോക്കൺ, അതായത് ഒരു 10,000 രൂപയുടെ ഷെയർ എടുക്കണമെങ്കിൽ 100 ടോക്കൺ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഓൾറെഡി 100 ടോക്കണിന്റെ വാല്യൂ എന്ന് പറയുന്നത് $100 മീൻസ് ഒരു 8,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ. അത് നിങ്ങളുടെ കയ്യിൽ 100 ടോക്കൺ കയ്യിലിരിക്കുകയും ആ 100 ടോക്കൺ നാളെ ഒരു കാലത്ത് നമ്മുടെ 10ഓളം പ്രൊജക്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് 10 പ്രൊജക്ട് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് അതിന്റെ മൂല്യം നിങ്ങൾക്ക് പോലും നിശ്ചയിക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ആ 100 ടോക്കണിന് വലിയൊരു അസറ്റായിട്ട് നിങ്ങൾക്ക് മാറുകയും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ സൂപ്പർ മാർക്കറ്റും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രൊജക്ടിന്റെയും ലാഭവിധം കൂടി കിട്ടും. അതിപ്പം ഉള്ള ഓഫറാണ്. അത് കഴിഞ്ഞാല് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ബേസിക് പ്ലാനിലെ ടോക്കൺ മാത്രമേ കിട്ടുള്ളൂ. അതുകൂടാണ്ട് ആ പ്രൊജക്ടിന്റെയും ലാഭവിധം, അതായത് ആ പ്രൊജക്ടിന്റെ എന്ന് വെച്ചാല് സൂപ്പർ മാർക്കറ്റ് എവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കേരളത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലായിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലായിക്കോട്ടെ, പക്ഷെ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയിൽ വരുന്ന അല്ലെങ്കിൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതൊരു മെമ്പറിനും അതിന്റെ ആ അവരുടെ ഷെയറിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ലാഭവിധം കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ ഒരു ജനകീയ പ്രസ്ഥാനം കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇത്തരത്തിൽ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരികയും മായം കലരാത്ത ഉൽപ്പന്നങ്ങൾ കൊടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പൊ ഈ പദ്ധതി നമ്മളിവിടെ തുടങ്ങി, കേരളത്തിൽ തുടങ്ങി, കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനും അതിന്റെ വരുമാനം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക, നല്ല ഉൽപ്പന്നങ്ങൾ എത്തിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം ഈ ഹൈപ്പർ മാർക്കറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ പത്തനംതിട്ടയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് ഇപ്പൊ നല്ലൊരു അവസരമാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റാൻ പറ്റുന്ന രീതിയിലേക്കാണ് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ GCD ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നിലവില് നമ്മുടെ GCDയുടെ ജില്ലാ ചെയർമാൻമാർ 8ഓളം ജില്ലാ ചെയർമാൻമാരിൽ താല്പര്യമുള്ളവർക്ക് ഈ GCDയുടെ ജില്ലാ ചെയർമാൻ സ്ഥാനം മറ്റ് വേക്കൻസി അനുസരിച്ചിട്ട് ഓരോ ആൾക്കാർക്കും ജില്ലാ ചെയർമാൻ സ്ഥാനം കിട്ടുകയും അവർക്കും അതിൻ്റെതായിട്ടുള്ള മെച്ചമുണ്ട്. കാരണം ഒരു ജില്ലാ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്ന വഴി അവർക്കുള്ള മെച്ചം എന്ന് വെച്ചാൽ ആ ഡിസ്ട്രിക്റ്റിൽ ആര് കയറി ഇൻവെസ്റ്റ് ചെയ്താൽ 5% അവരുടെ അക്കൗണ്ടിൽ വരുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ അവർക്കും വളരെയധികം നേട്ടം കൈവരിക്കാനും
ആ ജില്ലയിൽ അതാത് പ്രദേശത്തെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ഒരു ഡിസ്ട്രിക്ട് പോൾ പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ മാനേജ്മെന്റ് ടീമൊക്കെ ഉണ്ട്, അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന്റെ ഫുൾ വിവരം കിട്ടുന്നതാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ GCD ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യാണ്. നന്ദി, നമസ്കാരം, താങ്ക് യു.